Hi dear friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വെണ്ടക്ക മുട്ട മസാല തയ്യാറാക്കാം. വെണ്ടക്ക തോരനും മുട്ട തോരനൊക്കെ തയ്യാറാക്കില്ലേ? നമുക്ക് ഇന്ന് വെണ്ടക്കയും മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലൊരു മസാല, ഒരു തോരൻ തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഒരു ചെറിയ വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 വലിയ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, പിന്നീട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. 7 വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വെണ്ടക്ക ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ സൈസിൽ കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് നമുക്കിതങ്ങ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം വഴറ്റിയെടുക്കാൻ. വെണ്ടക്കയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതിയാവും. നേരത്തെ മുട്ടയിൽ ചേർത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ വെണ്ടക്കയിലും ചേർക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ മാറിയിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാവും. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിൻ്റെ മിഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അനക്കാതെ വെക്കാം. ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ചിക്കി വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ട ഇവിടെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർക്കാം. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കണം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇപ്പോൾ മുട്ടയും വെണ്ടക്കയൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പച്ചമുളക് മാത്രം ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെണ്ടക്ക മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഈ തോരൻ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്